യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കാനഡയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലാണ് ഞങ്ങൾ ചേക്കേറേണ്ടത്, അതായത് ഇവിടെ നമുക്ക് കൂടുതലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഫീൽഡ് ഏതാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കാനഡയിലോട്ട് വരിക, ഡയറക്റ്റായിട്ട് ജോബിന് വേണ്ടിയിട്ട് വരാൻ പറ്റുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക്. കുറച്ച് ഡൗട്ട്സൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാനഡയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്ന ഇമിഗ്രേഷനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർ വന്നാലാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് മുമ്പത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് എല്ലാവർക്കും അപ്പം തന്നെ വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു രീതിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇനി അങ്ങനെയല്ല. പഠനം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി വന്ന അപ്പം തന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടണം എന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ലേബർ മാർക്കറ്റിലെ തന്നെ പുതിയ അവസരങ്ങൾ വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്കത് വേണോ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് ഞാൻ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമല്ല, വളരെയധികം സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടത്തെ പോലെയല്ല, വളരെയധികം ഡിലേ ആയിട്ട്. ഞങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വർക്ക് പെർമിറ്റ് വരാനായിട്ട് 9 മാസം എടുത്തു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാനഡയിലോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇനി കാനഡ എന്നല്ല ഏതൊരു കൺട്രിയിലും നിങ്ങൾ ചേക്കേറാനായിട്ട്. രണ്ടാമത് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം PR കുറിച്ചിട്ടാണ്, PR പോയിന്റിനെ കുറിച്ച്. എക്സ്പ്രസ് എൻട്രികളിലും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ പ്രോഗ്രാമുകളൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഇത് സെലക്ഷൻ പ്രൊസീജിയർ നടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഏകദേശം നിങ്ങൾക്ക് തീരുമാനമായല്ലോ. കൃത്യമായ പ്ലാനിങ്ങിൽ വരാതിരുന്നു കഴിഞ്ഞാൽ PR കിട്ടുക എന്നുള്ള കാര്യം വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ PR ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് നേഴ്സ്, പിന്നെ ഡോക്ടർ, പിന്നെ ചില കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയർ ഫീൽഡിൽ മാത്രമാണ് ഇപ്പോൾ PR കൊടുക്കുന്നുള്ളൂ. പിന്നെ കൂടുതലും ട്രേഡ് ജോലികളാണ്, അതായത് ടെക്നിക്കൽ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്കൊക്കെ മുൻഗണനയുണ്ട് കേട്ടോ. കാനഡയിലെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതയും എന്താണെന്ന് കണ്ട് നല്ലപോലെ അറിഞ്ഞ് തീരുമാനമെടുത്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവസ്ഥയല്ല ഇപ്പോൾ, വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഏജൻസികളുടെ വാക്കും കേട്ട് അവർ പറയും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ അടുത്തും പറഞ്ഞതാണ്, ഇവിടെ വന്നിട്ട് ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഒരു ഏജൻസി നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. എല്ലാവരും അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്യുന്നു. നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ജോലി എങ്ങനെ കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങളുടെ യോഗ്യത നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിന് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ നാട്ടിൽ എന്തെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിലും വേണ്ടില്ല, ഇവിടെ വന്ന് ചുറ്റിക്കളിക്കുന്നേക്കാളും നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലേക്ക് വരുന്നു, നമ്മൾ പഠിക്കാനുള്ള കോഴ്സ് ചെയ്യുന്നു, കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ PR കിട്ടുന്നു, സെറ്റിൽഡ് ആവുന്നു, സിറ്റിസൺ കിട്ടുന്നു, അങ്ങനെയൊക്കെ പല തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കാം. പക്ഷേ ഇപ്പം അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം പറയാനാണെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. ഇപ്പോൾ കാനഡ എന്നല്ല, നിങ്ങൾ ഏതൊരു കൺട്രി സെലക്ട് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും UK ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആ രാജ്യത്ത് എന്തൊക്കെ ഫീൽഡിലാണ് അവസരങ്ങൾ കൂടുതലുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. നല്ലൊരു ഏജൻസി നോക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഇനിയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.